ഹായ് ഓൾ, വെൽക്കം ടു ഈഗിൾസ്. നമുക്കറിയാം ACC എന്ന് പറയുന്ന കോഴ്സ് ഇന്ന് മാർക്കറ്റിൽ വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ്. +1 +2 കഴിഞ്ഞിട്ടും ഡിഗ്രി കഴിഞ്ഞിട്ടൊക്കെ വിദ്യാർത്ഥികൾ കൊമേഴ്സ് സ്ട്രീമിലേക്ക് അല്ലെങ്കിൽ കൊമേഴ്സ് ഫീൽഡിലുള്ള പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോകാൻ ആഗ്രഹിക്കുമ്പോൾ CA ടഫാണ്, CA ബുദ്ധിമുട്ടാന്നൊക്കെ പറഞ്ഞിട്ട് പല വിദ്യാർത്ഥികളും ഇന്ന് ചൂസ് ചെയ്യുന്ന ഒരു കോഴ്സായി മാറിയിട്ടുണ്ട് ACCA. നമുക്കറിയാം കേരളത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇത് നല്ല രീതിക്ക് മുതലെടുക്കുന്നുണ്ട്. വമ്പൻ മാർക്കറ്റിംഗ് ആണ് എന്ത് ചെയ്യുന്നത് ACCAക്ക് വേണ്ടിയിട്ട് ഇന്ന് കേരളത്തിൽ ഉടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ACCA+MBA, ACCA+BCom, അതുപോലെ തന്നെ ACCA+ അതർ പ്രൊഫഷണൽ കോഴ്സുകൾ എന്നൊക്കെ പറഞ്ഞ് ACCAയിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കുക എന്നുള്ള തരത്തിൽ വലിയൊരു ബിസിനസ് മാർക്കറ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കോഴ്സിന് പിറകിൽ നടക്കുന്നുണ്ട്. ഞാൻ ഇതിന്റെ ഒരു പണി കിട്ടും എന്ന് പറയുന്ന ഒരു ഹെഡ്ലൈൻ കൊടുത്ത് ഈ തരത്തിൽ ഇതിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം, ഞാൻ ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യാത്ത ഒരാളോ അല്ലെങ്കിൽ ഞാൻ ഇത് പഠിപ്പിക്കാത്ത ഒരാളോ അല്ല. ഞങ്ങൾ CA തുടങ്ങുമ്പോൾ 2 വർഷം മുൻപേ ACCA എന്ന് പറയുന്ന കോഴ്സ് സ്റ്റാർട്ടിങ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് പേര് കൊടുത്തിട്ടുണ്ട്. പക്ഷെ 2 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ACCA എന്ന് പറയുന്ന ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ വെറുതെ മാർക്കറ്റ് ചെയ്ത് കുട്ടികൾ അഡ്മിഷൻ ഒരുപാട് വന്നിട്ട് പോലും അഡ്മിഷൻ എടുക്കാതിരിക്കുന്നതിന്റെ ഒരു കാരണമൊക്കെ ചെയ്തിരുന്നത് ഈ കോഴ്സിനെ കുറിച്ച് കൃത്യമായി പഠിച്ച് വരാൻ പോകുന്ന സമയത്ത് ഈ കോഴ്സിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ, എന്തിനൊരു ഓപ്പർച്യൂണിറ്റി ത്രെട്ട് ഉണ്ടാവും, ഭാവിയിൽ ഇതിന് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഓരോ കുട്ടിക്കും എന്ത് തരത്തിലുള്ള കോച്ചിങ് കൊടുക്കണം എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് മാത്രമേ ഇത് തുടങ്ങാൻ പാടുള്ളൂ എന്നൊരു നിശ്ചയത്തോട് കൂടിയിട്ടായിരുന്നു ഞങ്ങൾ എന്ത് ചെയ്തത്, ഒരുപാട് ലേറ്റ് ആയിട്ട് ACCA സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കാരണം നമ്മൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ACCAക്ക് നമുക്ക് ഫസ്റ്റ് ടൈം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോലും 200-ലധികം അഡ്മിഷൻസ് വന്നിട്ട് പോലും മാക്സിമം ഞങ്ങൾക്ക് 60 മുതൽ 80 വരെ വിദ്യാർത്ഥികൾ മാത്രമാണ് എന്ത് ചെയ്തത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിനൊക്കെ കാരണം എന്താണ്? എന്തുകൊണ്ട് ACCAക്ക് ഇത്രയും റെസ്ട്രിക്ഷനോട് കൂടി ഈഗിൾസ് ഇതിനെ കാണുന്നു? അല്ലെങ്കിൽ എന്താണ് ACCAക്ക് വരാൻ പോകുന്ന ഭാവിയിലെ പ്രശ്നങ്ങൾ? വരാൻ പോകുന്ന ACCAയിലെ വിദ്യാർത്ഥികളായിക്കോട്ടെ, സ്റ്റുഡൻസ് ആയിക്കോട്ടെ, മെമ്പേഴ്സ് ആയിക്കോട്ടെ, ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ? ഇതാണ് ഇന്ന് വളരെ ഷോർട്ടായിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മക്കളെ, നിങ്ങൾ എൻ്റർ ചെയ്യാൻ പോകുന്നത് വലിയൊരു ചതിക്കുഴിയിലേക്കാണെന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഞാനിത് എത്ര കാലം പറയാൻ പറ്റുമോ അത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഹോപ്പ്, നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങളെ മാർക്കറ്റ് ചെയ്യപ്പെട്ട സാലറി പാക്കേജുകൾ, നിങ്ങൾ ഇന്ന് കേട്ടോണ്ടിരിക്കുന്ന ഇതിന്റെ ബെനിഫിറ്റ്സുകൾ, ഇതൊക്കെ മാറി മറിയുന്ന തരത്തിലേക്ക് നാളെ ഒരു മാർക്കറ്റിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം MBA എന്ന് പറയുന്ന കോഴ്സ് വന്ന സമയത്ത് വളരെയധികം ഇമ്പോർട്ടൻസും വളരെയധികം പ്രാധാന്യവും കൊടുത്തിട്ടായിരുന്നു അന്ന് വിദ്യാർത്ഥികൾ ഇതിനെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമുക്കൊരു പഴഞ്ചൊല്ല് അറിയാം, ബാംഗ്ലൂർ പോയിട്ട് ഒരു ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന് ഒരു കല്ലിട്ട് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അതൊരു ഡോഗിന്റെ മേത്ത് കൊള്ളും, അല്ലെങ്കിൽ അതൊരു MBA-കാരന്റെ മേത്ത് കൊള്ളും എന്നാണ്. ആലോചിച്ചോക്കെ, അത്രയേറെ MBA-കാര് നിറഞ്ഞു വന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് ആയിട്ട് MBA-കൾ ഉണ്ട്, അതുപോലെ തന്നെ റെഗുലർ ഡിഗ്രികൾ ഉണ്ട്, പ്രൈവറ്റ് കോളേജുകളിൽ MBA കൊടുക്കുന്നുണ്ട്. എവിടെ നോക്കിയാലും MBA കോഴ്സുകൾ ഇറങ്ങുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇന്ന് പിന്നെ കുറഞ്ഞു, കാരണം MBA ക്വാളിഫൈ ചെയ്തിട്ട് ഒരു ജോലിയിലോ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളോ കിട്ടാതെ വന്നപ്പോൾ ഇന്ന് വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ആ കോഴ്സിന്റെ ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഭയങ്കരമായ ഡിമാൻഡ് ഉണ്ടായ സമയത്ത് നിരവധി വിദ്യാർത്ഥികളുടെ നെക്സ്റ്റ് ലെവൽ ഓപ്ഷൻ ഒരു പ്രൊഫഷണൽ കോഴ്സ് എന്നുള്ളത് MBA ആയിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഹൈ ഡിമാൻഡ് ആയി കോഴ്സിന്, കുട്ടികൾ അടിച്ചേർത്ത് വന്നു. ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുന്ന വിദ്യാർത്ഥികൾ, ഈവൻ IIM MBA കഴിഞ്ഞ് ഇറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രം ക്വാളിറ്റി ഉള്ള എഡ്യൂക്കേഷൻ കിട്ടുന്ന ലെവലിലോട്ട് ഈ കോഴ്സിന് മാറപ്പെട്ടു. കാരണം എന്താ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും പ്രൈവറ്റ് കോച്ചിങ് സെന്ററിലും നിരവധി തരത്തിൽ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിൽ MBA മാർക്കറ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഒരു കമ്പനിയിലേക്ക് MBA-കാരനെന്ന് വേണമെന്ന് പറയുമ്പോൾ എത്രയോ MBA-കാർ എന്ത് ചെയ്യാണ്, ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച്, ഞാനൊരു ബിസിനസ്സുകാരനാണ്, എനിക്കൊരു MBA-കാരനെ വേണം, എനിക്ക് CV വന്നതിൽ 200-ലധികം ആൾക്കാരുണ്ട്, ഞാൻ എന്ത് പറയും? ഇത്രയേറെ ആൾക്കാരെ കിട്ടാല്ലേ, ഈ സാലറി തരാണ്ടെങ്കിൽ വന്നാൽ മതി, 20,000-ത്തിനുള്ള ആൾക്കാരുണ്ടെങ്കിൽ മതി, 30,000-ത്തിനുള്ള ആൾക്കാരുണ്ടെങ്കിൽ മതി എന്ന് പറയുന്ന തരത്തിലേക്ക് ആളുകളും കമ്പനികളും മാറി തുടങ്ങി. വളരെ റെയറും അതുപോലെ തന്നെ നമ്പർ ഓഫ് കമ്പനീസ് മാത്രമാണ് ഇതല്ലാത്ത രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർ. അങ്ങനത്തെ എന്തൊക്കെ ചിന്തിക്കുന്നു, അവരെന്ത് ചിന്തിക്കുന്നു, അവരെ അട്രാക്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ആലോചിച്ചോക്കെ, ഇത്ര നമ്പർ ഓഫ് ആളുകൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ സാലറി പാക്കേജ് കുറയും, നമ്മളെ ഡിമാൻഡ് കുറയും, നമ്മൾ സ്കില്ല് അനലൈസ് ചെയ്ത് തുടങ്ങും, നമ്മളെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് തുടങ്ങും. ആ തരത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. ജോബ് കിട്ടാത്തൊരവസ്ഥയിലോട്ട് മാറും എന്നതാണ് ഇതിന്റെ അൾട്ടിമേറ്റ് പ്രശ്നം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ACCAയിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ, കേരളത്തിൽ നമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ACCA പ്രൊവൈഡ് ചെയ്യുന്നത്. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും 1000, 2000, 3000 വിദ്യാർത്ഥികളാണ് ACCAക്ക് പഠിക്കുന്നത്. ഇങ്ങനെ ഓൾ വേൾഡ് വൈഡ് ആണ് ACCAക്ക് പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം.
നിങ്ങൾ ആലോചിക്ക്, 180 രാജ്യങ്ങളിൽ വാലിഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് എവിടെയൊക്കെ രാജ്യങ്ങളിൽ കൊടുക്കുന്നുണ്ടാവും, എത്രയൊക്കെ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടാവും, ഓൾ ഇന്ത്യ ലെവലിൽ എത്ര വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടാവും. ഈ കോഴ്സ് പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടി ഒരു കമ്പനിക്ക് പോകുന്ന സമയത്ത് അവനോട് ACCAക്ക് ഇത്രയേറെ സീരീസുകൾ വന്നിട്ടുണ്ട്, അതിൽ നിന്നെ എന്തുകൊണ്ട് ചൂസ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അവന്റെ അടുത്ത് എസ്പെഷ്യലി സ്പെഷ്യൽ സ്കില്ലും സ്പെഷ്യൽ ആയിട്ടുള്ള ടാലന്റും പ്രത്യേകമായിട്ടുള്ള അവന്റെ കഴിവും ഇല്ല എന്നുണ്ടെങ്കിൽ അവന് ജോലി കിട്ടുമോ? അവൻ പ്രതീക്ഷിച്ച ശമ്പളം കിട്ടുമോ? ഇല്ല. അതാണ് ഇനി വരാൻ പോകുന്ന SSAക്കാർക്ക് സംഭവിക്കാൻ പോകുന്നത്. അതില്ലാതിരിക്കാൻ വേണ്ടി നിർബന്ധമായിട്ടും നിങ്ങൾ എവിടെയാണ് SSA പഠിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ലാംഗ്വേജിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ പുറത്തുള്ള കൺട്രീസിലാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിന് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതിന് സ്പെഷ്യൽ ട്രെയിനിങ്, റൈറ്റിംഗിലായാലും റീഡിംഗിലായാലും നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. അത് നിങ്ങളെ എക്സാമിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് സ്പോക്കൺ ലാംഗ്വേജിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ആ പ്രാക്ടീസിങ് കിട്ടുന്ന തരത്തിലുള്ള സപ്പോർട്ട് കിട്ടണം. ദെൻ നിങ്ങളുടെ എക്സല്, അതുപോലെ തന്നെ ട്രേഡിങ്, മാർക്കറ്റ് അനാലിസിസുകൾ, അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ചുകൾ, ഇമ്പോർട്ട് എക്സ്പോർട്ടുകൾ, ഇതിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ് നൽകി നിങ്ങളെ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലേക്ക് ട്രെയിനിങ് കിട്ടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിന് പുറമെ അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതിനൊക്കെ വേണ്ടി പ്രത്യേക സമയമോ പ്രത്യേക കാര്യങ്ങളോ പ്രത്യേകമായിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങോ അഡീഷണൽ എടുക്കാൻ നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. നാളെ 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മാർക്കറ്റിലേക്ക് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം നിരവധിയാണ്. ഇന്ന് ACCA അഫിലിയേറ്റ് ആവാതെ 9 പേപ്പർ കംപ്ലീറ്റ് ആയി കഴിയുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ അധികം. എന്നിട്ട് ജോലിക്ക് പോവുക, 15,000 20,000 ജോലിക്ക് കയറുന്ന ആവശ്യം. മെമ്പേഴ്സ് ആയിട്ട് ക്വാളിഫൈ ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ 30,000 40,000 ജോലിക്ക് കയറുന്ന അവസ്ഥ. 60,000 70,000 ജോലി കിട്ടുന്ന തരത്തിലേക്ക് പോകാൻ പറ്റുന്ന തരത്തിലേക്ക് നിങ്ങളെ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ, നല്ല ക്വാളിറ്റി നല്ല സാലറി ഉണ്ടാവുന്ന തരത്തിലേക്ക് നിങ്ങളെ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കൂടി നിങ്ങൾ ഇതിന്റെ കൂടെ ശ്രമിക്കണം. അല്ലെങ്കിൽ നാളെ ഒരു സമയം വരുന്ന സമയത്ത് നിങ്ങൾ റീതിങ്ക് ചെയ്യുമ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്ന തരത്തിലേക്ക് പോകും. സോ നിങ്ങൾ വാൺ ചെയ്യാൻ, നിങ്ങൾക്ക് ഒരു അഡ്വൈസ് തരിക എന്നതാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം കരിയർ പരമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു സക്സസ് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ചേരും കേട്ടോ. ഓൾ ദ ബെസ്റ്റ്.